ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ക്യാഷ് മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു പാർട്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെ ആണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. Marketable securities means these are highly liquid in nature or it is highly marketable in nature. നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ, പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാഷ് എന്താണെന്ന് പറഞ്ഞു. ക്യാഷ് ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ് ഓഫ് എ ഫേം ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഫാക്ടർ തന്നെയാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ട് ടേം ഫണ്ട്സ് അവൈലബിലിറ്റി കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനെയാണ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് മീൻസ് ദ സെക്യൂരിറ്റീസ് വിച്ച് ക്യാൻ ബി ബൈ ആൻഡ് സോൾഡ് ഇൻ ദ മാർക്കറ്റ് ഈസിലി, or these are the short term highly liquid investment in money market instruments. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പം നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ്. ലൈക്ക് നമ്മളുടെ ട്രഷറി ബിൽസ് വരും, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് വരും, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേരിയസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഡിഗ്രി ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ സെയിം ഈ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത്, നമ്മൾ ഷോർട്ട് ടേം ലിക്വിഡിറ്റി മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഷോർട്ട് പീരീഡിലേക്ക് ഫോർ 1 ഇയർ വരെയുള്ള നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ തന്നെ നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലാണ് പ്രിഫർ ചെയ്യുന്നത്. അത് ഒരു ഫാക്ടർ ഒരു സെക്യൂരിറ്റിയിൽ തന്നെ ആവണമെന്നില്ല, വേരിയസ് സെക്യൂരിറ്റീസിൽ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതർവൈസ് നമുക്ക് എന്തുണ്ട്, ബാങ്ക് പോലെ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, അത് നമ്മൾ ലോങ് ടേം പർപ്പസിനാണ്. അവിടെ നമുക്ക് ലിക്വിഡിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രോഫിറ്റബിലിറ്റിയാണ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേണിനാണ്. എന്നാൽ അത്തരം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം റേറ്റ് ഓഫ് റിട്ടേൺ കമ്പയറിങ് ടു ലോങ് ടേം സോഴ്സസ് കുറവായിരിക്കും. ഓക്കെ, ബട്ട് ചില സെക്യൂരിറ്റീസ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നിയർ ക്യാഷ് ഓർ ക്യാഷ് ഇക്വാലൻസ്. ദെൻ നമ്മളൊരു മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു മാർക്കറ്റബിൾ സെക്യൂരിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഓർ ഹൗ മച്ച് ഓഫ് എമൗണ്ട് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഇൻ ഈച്ച് ഓഫ് ദ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ കൺസിഡറേഷൻ കൊടുക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നോക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഈവൻ ഇറ്റ് ഈസ് എ മാർക്കറ്റബിൾ സെക്യൂരിറ്റി, ഇറ്റ് മേ ഹാവ് സം റേറ്റ് ഓഫ് റിട്ടേൺ ഓർ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൻ്റെ കേസിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ റിസ്കിനെ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പീരീഡിനെ ബേസ് ചെയ്തിട്ട് ഒക്കെ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേണിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ പർപ്പസ് എന്താണോ, നമുക്ക് എത്ര പീരീഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിൻ്റെയൊക്കെ ബേസിൽ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ കോസ്റ്റ് ഓഫ് പർച്ചേസ്. കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റബിൾ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നതിന് നമുക്ക് എത്രത്തോളം കോസ്റ്റ് ഇൻവോൾവ് ആകും.
സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണെങ്കിലും കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സർട്ടിൻ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് നമുക്ക് ഉണ്ടാകും. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു മാർക്കറ്റബിൾ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിലോ എത്രത്തോളം കോസ്റ്റ് ഇൻവോൾവ് ആകും, ഈ ഒരു കോസ്റ്റ് ആൻഡ് റിട്ടേണിൻ്റെ ബേസിലാണ് മോസ്റ്റ് ഓഫ് ദ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ഫിനാൻഷ്യൽ മാനേജർ. ഏതൊരു ഫാക്ടറിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് പർച്ചേസ് ആർ ദ ബേസിക് affecting factors of selection of marketable security. Then another factor is safety. Safety means എത്രത്തോളം റിസ്ക് ഇൻവോൾവ് ആണ്. സർട്ടിൻ എന്താ പറയുക, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൻ്റെ കേസിൽ റിസ്ക് എന്ന് പറയുന്നത് കുറവായിരിക്കും. മെയിൻലി ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ കേസിൽ റിസ്ക് കുറവായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ റിട്ടേണും, റിസ്ക് ആൻഡ് റിട്ടേൺ ഓപ്പോസിറ്റ് ഡയറക്ഷനല്ല, സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ റിസ്ക് നമുക്ക് എത്രത്തോളം ബിയറിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ റിട്ടേണും കൂടും. എന്നാൽ റിസ്ക് കുറയുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ സേഫ്റ്റി മെഷറാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു 1 ഇയറിലേക്ക് സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വേണ്ടത്. അതിൽ നിന്ന് റിട്ടേൺ അത്ര തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഗോ വിത്ത് ട്രഷറി ബിൽസ്. ട്രഷറി ബിൽസ് മീൻസ് നമുക്ക് അത് വേരിയസ് ഡേയ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. എന്നാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് പോലത്തെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് സേഫ്റ്റി എന്നുള്ള ഒരു മോട്ടീവിനേക്കാൾ കൂടുതൽ അവിടെ നമുക്ക് ഉണ്ടാവുക റേറ്റ് ഓഫ് റിട്ടേൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന സേഫ്റ്റി അല്ലെങ്കിൽ റിസ്ക് ഫാക്ടറിനെ ബേസ് ചെയ്ത് നമ്മുടെ റിട്ടേണിൽ അത് എഫക്റ്റ് ചെയ്യും. സോ സേഫ്റ്റി മെഷർ മീൻസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫാക്ടർ മീൻസ് നമ്മളുടെ റിസ്ക് ബിയറിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്. അത് വേരിയസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിന് ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി. ലിക്വിഡിറ്റി ഓർ മാർക്കറ്റബിലിറ്റി എന്താണ്? നമുക്ക് എത്ര പെട്ടെന്ന് അത് മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈവൻ എല്ലാ ഫാക്ടേഴ്സും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ആണെങ്കിൽ കൂടെ അതിൽ തന്നെ നമുക്ക് വേരിയസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിന് ലിക്വിഡിറ്റീസിലും ഡിഫറൻസസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും ലിക്വിഡായിട്ടുള്ള അസറ്റ് ക്യാഷാണ്. അതുപോലെ അതിന് ഇക്വാലൻ്റ് ആയിട്ട് വരുന്ന മറ്റ് ഫാക്ടേഴ്സാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അപ്പോൾ നമ്മൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് എന്താണ് പർപ്പസ് ചെയ്യുന്നത്? നമുക്ക് സാധാരണ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് 1 ഇയർ വരെയാണ് മെച്യൂരിറ്റി ഉണ്ടാവുക. അപ്പോൾ ഒരു 1 ഇയറിനുള്ളിൽ നമുക്കത് സെയിൽ നടത്തി നമ്മളുടെ ക്യാഷ് തിരിച്ച് റിക്കവർ ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളൊരു മാർക്കറ്റബിൾ സെക്യൂരിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിമാൻഡ് കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള സെയിം ഡിമാൻഡിൽ തന്നെ നമുക്കത് സെയിൽ ചെയ്യാനും കൂടെ കഴിയുന്ന തരത്തിൽ ഉള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാർക്കറ്റബിലിറ്റി ഒരു എഫക്റ്റിംഗ് ഫാക്ടറാണ്. ദെൻ പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി മീൻസ് അതിൻ്റെ റിട്ടേൺ, ഇൻട്രസ്റ്റ് എത്രത്തോളം കിട്ടും. നമ്മളൊരു സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഇൻട്രസ്റ്റ് എത്രത്തോളം കിട്ടും എന്നുള്ളതാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ മെച്യൂരിറ്റി. മെച്യൂരിറ്റി മീൻസ് അതിൻ്റെ എത്ര പീരീഡിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ടേം, ആ ഒരു ടേം എത്രയാണെന്നുള്ളതാണ് മെച്യൂരിറ്റിയിൽ നമ്മൾ നോക്കുന്നത്. വേരിയസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വേരിയസ് മെച്യൂരിറ്റിയിൽ അവൈലബിൾ ആണ്. സെയിം ഒരു ട്രഷറി ബിൽസ് തന്നെ നമുക്ക് വേരിയസ് ഡേയ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എത്ര ഇയർ അല്ലെങ്കിൽ എത്ര ഡേയ്സിലേക്ക് നമ്മളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ബേസിൽ നമുക്ക് മെച്യൂരിറ്റി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ചില സെക്യൂരിറ്റീസ് നമുക്ക് 1 ഇയർ തന്നെ കഴിഞ്ഞാലേ തിരിച്ച് കിട്ടുള്ളൂ. ദെൻ ടാക്സബിലിറ്റി. ടാക്സബിലിറ്റി മീൻസ് ചില
മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് ആവാറുണ്ട്. ചില ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ സെക്യൂരിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ടാക്സ് ഡിഡക്ഷന് വേണ്ടി ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ ടാക്സ് എക്സംഷൻ കിട്ടുന്ന രീതിയിലുള്ള ടാക്സ് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓർ പോർട്ട്ഫോളിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അതും ഒരു എഫക്റ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ ഇത്രയും ഫാക്ടറിൻ്റെ ബേസിലാണ് നമ്മൾ ഒരു മാർക്കറ്റബിൾ സെക്യൂരിറ്റി സെലക്ട് ചെയ്യുന്നത്. ആൻഡ് സെലക്ട് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിൽ നമ്മൾ എത്രത്തോളം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ കോമൺ ഒബ്ജക്റ്റീവിൻ്റെ ബേസിലിരിക്കും. നമുക്ക് ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ സെക്യൂരിറ്റീസ് സെലക്ട് ചെയ്ത് നമ്മളുടെ എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിടാം, അതല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി റിട്ടേൺ ഏറ്റവും കൂടുതലുള്ള സെക്യൂരിറ്റി സെലക്ട് ചെയ്ത് കംപ്ലീറ്റ് എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്രയും ഫാക്ടേഴ്സിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൽ നമുക്ക് വേരിയസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ടൈപ്പ് ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്? അപ്പോൾ ബിസിനസ് കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഏറ്റവും റിസ്ക് കുറവുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റി മീൻസ് ട്രഷറി ബിൽസ് ആണ്. ട്രഷറി ബിൽസ് ഓർ ടി ബിൽസ്. ടി ബിൽസ് എന്ന് പറയുന്നത് ദീസ് ആർ ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റിന് ഡെഫിസിറ്റ് വരുന്ന കേസിൽ ഡെഫിസിറ്റ് ഫിനാൻസിങ് നടത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് പബ്ലിക്കിൽ നിന്നും ഫണ്ട് ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ട് ലെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ഈ ഒരു ട്രഷറി ബിൽസ് ആർക്കാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രഷറി ബിൽസ് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു പേഴ്സൺ, അവരോട് ഗവൺമെൻറ് ഡെപ്റ്ററായിരിക്കും. ഗവൺമെൻറ് അവർക്ക് ഫണ്ട് കൊടുക്കണം. ഓക്കെ, ഗവൺമെൻറ്റിന് അവർ ഫണ്ട് തരും. സോ ഈ ഒരു ട്രഷറി ബില്ലിൻ്റെ പീരീഡ് കഴിയുന്ന സമയത്ത് ഗവൺമെൻറ് തിരിച്ച് ആ ഒരു ഫണ്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്തുന്നു. ഈ ഒരു സിസ്റ്റമാണ് ട്രഷറി ബിൽസിൽ ഉള്ളത്. അപ്പോൾ എന്താ, നമ്മൾ സാധാരണ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നത് പോലെ ഗവൺമെൻറ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒരു ലൈക്ക് സിസ്റ്റമാണ് ഈ ഒരു ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ടെനേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടേം ഓഫ് മെച്യൂരിറ്റി എന്ന് പറയുന്നത് 3 ബേസിലാണ് വരുന്നത്. 91 ഡേ, 182 ആൻഡ് 364, അതായത് 1 ഇയർ. ഓക്കെ, 3 മന്ത്, 6 മന്ത്, 1 ഇയർ, ആ ഒരു പീരീഡിലാണ് ഗവൺമെൻറ് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഒരു പീരീഡ് എൻഡ് ചെയ്യുമ്പം, അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡിൽ എന്ത് ചെയ്യണം? നമ്മൾ സെക്യൂരിറ്റീസ് തിരിച്ച് നൽകണം. ആൻഡ് നമ്മളുടെ എമൗണ്ട് ഒരു ഡിസ്കൗണ്ട് റേറ്റിന് തിരിച്ച് നൽകുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരുന്നില്ല. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനായിരിക്കും. ഓക്കെ, ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനും ആൻഡ് പേയ്മെൻറ്റ് നടത്തുന്നത് പാർ വാല്യൂയിലും ആയിരിക്കും. ഇതാണ് ഇവിടെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആർക്ക്? ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഡിസ്കൗണ്ടഡ് എമൗണ്ടിൽ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യാം. അതേ സമയത്ത് നമുക്ക് തിരിച്ച് കിട്ടുന്ന സമയത്ത് അവിടെ ഒരു പാർ വാല്യൂ ഉണ്ടായിരിക്കും. ഈ എമൗണ്ടിലാണ് നമ്മളുടെ ഇൻട്രസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കിട്ടുന്നില്ലെങ്കിലും ഈ ഒരു ഡിസ്കൗണ്ട് എമൗണ്ടും പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള ഡിസ്കൗണ്ട് എമൗണ്ടും നമുക്ക് റിസീവ് ചെയ്യുന്ന പാർ എമൗണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമ്മളുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതാണ് ട്രഷറി ബിൽസ്. ദെൻ നെക്സ്റ്റ് വൺ കൊമേഴ്ഷ്യൽ പേപ്പറാണ്. ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആണെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനീസാണ്, അല്ലെങ്കിൽ കോർപ്പറേഷൻസോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്.
ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നതും. പ്രോമിസറി നോട്ട് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളതാണ്. പ്രോമിസറി നോട്ട് എന്താണ്? പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സർട്ടെയിൻ പീരീഡ് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന, ഇൻ റിട്ടേൺ ഫോമിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രോമിസറി നോട്ട്. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പ്രോമിസറി നോട്ടാണ്, ഇഷ്യൂഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ കോർപ്പറേഷൻസ് ഓർ സംടൈംസ് ലാർജ് ബാങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇവരിവിടെ എന്താ ചെയ്യുന്നത്? ബാങ്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നെയിം മാറും, അത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആകും. എന്നാൽ ഇതിൻ്റെ കോമൺ പർപ്പസ് എന്ന് പറയുന്നത്, കൊമേഴ്ഷ്യൽ പേപ്പർ ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണെങ്കിലും ഒക്കെ ഇതിൻ്റെ കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് പ്രോമിസറി നോട്ട് പോലത്തെ സിസ്റ്റമാണ് ഇവിടെയും കീപ്പ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ബാങ്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് അവരുടെ ഷോർട്ട് ടേം റിസീവബിൾസ്, അവരുടെ ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഓർ ഇൻഡിവിജ്വൽ ഓർ മറ്റ് കോർപ്പറേഷൻസ് ആകാം. ഇത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ് തന്നെ ആവണമെന്നില്ല ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് കൺസ്യൂം ചെയ്യുന്നത്. ചില കേസിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റ് കോർപ്പറേഷൻസ് ആകാം അല്ലെങ്കിൽ മറ്റ് ബാങ്ക് ആകാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്, ഇപ്പോൾ ഏത് കമ്പനിയാണോ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത് അവർക്ക് സർട്ടൻ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ് ഉണ്ടാകും, ഫണ്ട് റിക്വയർമെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ഇത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊമേഴ്ഷ്യൽ പേപ്പർ എന്നുള്ളൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് ഇത് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പേഴ്സൺ എന്ത് ചെയ്യുന്നു? ഈ ഒരു സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നു. ഇൻ റിട്ടേൺ അവരുടെ എത്രയാണോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഫണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യുന്നു? ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇതിൽ സർട്ടൻ മെച്യൂരിറ്റി പീരീഡ് പറഞ്ഞിട്ടുണ്ടാകും. ഈ ഒരു മെച്യൂരിറ്റി പീരീഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യും? തിരിച്ച് ഈ ഒരു എമൗണ്ട് സർട്ടൻ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതോടുകൂടെ അലോങ് വിത്ത് ദാറ്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പാർട്ടീസ്ക്ക് തിരിച്ച് പേയ്മെൻറ്റ് നടത്തുന്നു. ട്രഷറി ബിൽസ് പോലെ തന്നെയുള്ള സിസ്റ്റമാണ് കൊമേഴ്ഷ്യൽ പേപ്പറിലും വരുന്നത്. ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിക്ക് വരുന്ന ഡിഫറൻസ് ആണ് വരുന്നത്. ആൻഡ് ഇതിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് നെക്സ്റ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് മീൻസ് സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്സ് ആണ്. നേരത്തെ പറഞ്ഞ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കൊമേഴ്ഷ്യൽ പേപ്പർ തന്നെ ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് ആണെങ്കിൽ, ലാർജ് ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയും. നമ്മളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മെക്കാനിസം തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിലും പറയാനുള്ളത്. നമ്മളൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് തിരിച്ച് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു ഡോക്യുമെൻ്റ് തരും. ഓക്കെ, COD എന്ന് പറയും. ഈ ഒരു ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് മറ്റ് പാർട്ടീസിന് ട്രാൻസ്ഫർ ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ കഴിയും. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പീരീഡ് കൂടുതലായിരിക്കും. എന്നാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ നമ്മളുടെ പീരീഡ് എന്ന് പറയുന്നത് 3 to 12 months ആയിരിക്കും. ഓക്കെ, 1 year വരെയുള്ള ഡെപ്പോസിറ്റ്സ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ബാങ്കിന് ഫിനാൻഷ്യൽ കണ്ടിൻജൻസീസ് വരുന്ന സമയത്ത്, ഷോർട്ട് ടേം കണ്ടിൻജൻസീസ് വരുന്ന സമയത്ത് ഇത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇൻ റിട്ടേൺ അവർക്ക് കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇതും ഒരു ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. അത് നിങ്ങൾക്ക് അറിയാവുന്ന മെക്കാനിസമാണ്. ബിൽ എപ്പോഴാണ് ഇൻവോയ്സ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓർ ഡിസ്കൗണ്ടിങ് ഓഫ് ഇൻവോയ്സ്, അതെപ്പോഴാണ്? നമ്മൾ സെയിൽസ് നടത്തുന്ന സമയത്തൊക്കെ നമുക്ക് എന്തുണ്ടാകും? ബിസിനസ് മാൻ സെയിൽസ് നടത്തുന്ന സമയത്ത് അവർക്ക് സർട്ടൻ ബില്ലുണ്ടാകും ഓർ ഇൻവോയ്സ് ഉണ്ടാകും. ക്രെഡിറ്റ് സെയിൽസിൻ്റെ കേസിൽ, അതായത് പേയ്മെൻറ്റ് നടത്തുന്നതിന് ഒരു പീരീഡ് ഉണ്ടായിരിക്കും. ആ ഒരു പീരീഡിന് ശേഷം നമ്മൾ ഇത്ര
പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്യുന്ന ബിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബില്ല് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു പീരീഡ് വരെ നമുക്ക് ഫണ്ട് കയ്യിലില്ലാത്തൊരു സിറ്റുവേഷനിൽ ഉണ്ടാവാം. അപ്പോൾ ഈ ഇത്രയും സമയം ഒരു ടൈം ഗ്യാപ്പ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെല്ലേഴ്സ് എന്ത് ചെയ്യും, ഈ ഒരു ബില്ല് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യും അല്ലെങ്കിൽ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ബാങ്ക് എന്ത് ചെയ്യുന്നു, സർട്ടൻ എമൗണ്ട് ഇതിൽ നിന്ന് ഡിസ്കൗണ്ടായിട്ട് കുറച്ച ശേഷം ആ ഒരു മൊമെൻറ്റിൽ തന്നെ അവർക്ക് വേണ്ട ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ബാങ്കിന് ഇവിടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് കുറയ്ക്കാം എന്നുള്ളതാണ്. പ്രസൻറ്റ് ചെയ്യുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ സെല്ലർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ടൈം തന്നെ ഇമ്മീഡിയറ്റ്ലി അവർക്ക് ഫണ്ട് റിക്വയർമെൻറ്റ് നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അവർക്ക് അത്രയും പീരീഡ് ആ ഒരു ബില്ലിൽ പറഞ്ഞിരിക്കുന്ന അത്രയും പീരീഡ് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഫണ്ട് കിട്ടുന്നു എന്നുള്ളതാണ് സെല്ലർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. പക്ഷേ അവർക്ക് അവിടെ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അവർക്ക് കയ്യിൽ കിട്ടുന്നത്. ആൻഡ് കസ്റ്റമർ എപ്പോഴാണോ ഈ ഒരു എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത് ആ സമയത്ത് പേയ്മെൻറ്റ് പോകുന്നത് ബാങ്കിലേക്കായിരിക്കും. കംപ്ലീറ്റ് എമൗണ്ട് ബാങ്കിലേക്ക് കിട്ടും. അപ്പോൾ ബാങ്കിന് ആ ഒരു ഡിസ്കൗണ്ട് എമൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് അവിടെ. ഇതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. ഓക്കെ, ആൻഡ് ഇറ്റ് എനേബിൾ ദ ഓർഗനൈസേഷൻ ടു ഗെറ്റ് ഇമ്മീഡിയറ്റ് റിലീസ് ഓഫ് ഫണ്ട് ഈവൻ ദോ ദ ക്രെഡിറ്റ് പീരീഡ് ഫോർ ദ ബിൽ ഓർ ഡ്യൂ ഡേറ്റ് ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ഓർ ദ ഇൻവോയ്സ് ഇസ് ലേറ്റർ. നമ്മളുടെ കയ്യിലുള്ള ഒരു ബിൽ എമൗണ്ട് നമുക്ക് ലേറ്റർ ഡേറ്റിലാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു അത്രയും പീരീഡ് നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റിസീവ് ചെയ്യാം എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ് ഇവിടെ ബിസിനസ്മാൻ അല്ലെങ്കിൽ സെല്ലർക്ക് ഉള്ളത്. ദ നെക്സ്റ്റ് വൺ ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്ക് ഡെപ്പോസിറ്റ് നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. എന്ത് ചെയ്യുന്നു, നമ്മളുടെ കയ്യിൽ ക്യാഷ് അവൈലബിൾ ആണെങ്കിൽ നമുക്കത് 1 ഇയറിലേക്കൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഇൻ റിട്ടേൺ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പീരീഡിൻ്റെ ബേസിൽ സർട്ടൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതും എന്താണ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റിയാണ്. നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്പോസിറ്റ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ മാർക്കറ്റബിൾ സെക്യൂരിറ്റി എന്നുള്ളതിൻ്റെ ഫീച്ചറാണ് നിങ്ങൾ ഓരോന്നിലും നോട്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റീപർച്ചേസ് എഗ്രിമെൻറ്റ്. റീപർച്ചേസ് എഗ്രിമെൻറ്റ് ആ നെയിമിൽ തന്നെ ഉണ്ട്, റീപർച്ചേസ് ചെയ്യാം എന്നുള്ള എഗ്രിമെൻ്റാണ് റീപർച്ചേസ് എഗ്രിമെൻറ്റ്. ഓക്കെ, ദിസ് എഗ്രിമെൻറ്റ് allow the sale of a security to another party with the promise that it will be purchased again later at a higher price. എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു സെല്ലർ ആൻഡ് ബയർ ആണെന്ന് വിചാരിക്കുക. സെല്ലർ എന്ത് ചെയ്യുന്നു, ഒരു സെക്യൂരിറ്റി ബയർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ആൻഡ് എന്താണ് അവിടെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്, ലേറ്റർ ഡേറ്റിൽ ഈ ഒരു സെക്യൂരിറ്റി ഈ സെല്ലർ തന്നെ റീപർച്ചേസ് ചെയ്യാം, ഹയർ റേറ്റിൽ റീപർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനിൽ അല്ലെങ്കിൽ ഒരു കണ്ടീഷനോട് കൂടെ സെല്ല് ചെയ്യുന്ന എഗ്രിമെൻറ്റ്സിനെയാണ് റീപർച്ചേസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എ എന്നുള്ളൊരു പേഴ്സൺ ബി എന്നുള്ള പേഴ്സണിന് ഒരു സെക്യൂരിറ്റി സെല്ല് ചെയ്യാണ് for ₹100. ഓക്കെ, ആൻഡ് തിരിച്ച് എ തന്നെ ഇതിന് 110 റുപ്പീസിന് റീപർച്ചേസ് ചെയ്യാം. നിങ്ങൾ ലീസ് ആൻഡ് ബൈബാക്ക് ഒക്കെ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഉള്ളൊരു മെക്കാനിസമാണ് റീപർച്ചേസ് എഗ്രിമെൻറ്റ്സിലും വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെൻറ്റിനാണ് ഇതും യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റീപർച്ചേസ് ചെയ്യാം. സെക്യൂരിറ്റി നമുക്ക് റീപർച്ചേസ് ചെയ്യാം. സാധാരണ ഇത് ബാങ്കിങ് ഇൻഡസ്ട്രീസിലാണ് കൂടുതലായിട്ട്, ബാങ്കിങ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ് ഈ ഒരു റീപർച്ചേസ് എഗ്രിമെൻറ്റ്സ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇൻ്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്. എന്താണ് ഇൻ്റർ കോർപ്പറേറ്റ് മീൻസ് കോർപ്പറേറ്റ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ കമ്പനീസ് തമ്മിലുള്ള ഇൻ ബിറ്റ്വീൻ ആയിട്ട് നടക്കുന്ന ഡെപ്പോസിറ്റ്സിനെയാണ് ഇൻ്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. It is the deposit made by a company that has surplus fund to another company for a maximum of 6 months. എന്താ ചെയ്യുന്നത്,
ഫണ്ട് കൂടുതലുള്ള അല്ലെങ്കിൽ സർപ്ലസ് ഫണ്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനീസ് ഡെഫിസിറ്റ് ഫണ്ട് ഉള്ള കമ്പനീസിന് അവരുടെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇൻ്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സർട്ടൻ പീരീഡിലേക്കാണ് ഇത് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുന്ന കമ്പനിക്ക് ഡെഫിസിറ്റ് ഫണ്ടുള്ള കമ്പനി എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടാണ്, MMMF. ഇവിടെ എ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണലി മാനേജ്ഡ് പേഴ്സൺസ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഫണ്ട് എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. ഇപ്പം വേരിയസ് സെക്ടേഴ്സിനുള്ള മ്യൂച്വൽ ഫണ്ടിന്ന് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ആൻഡ് ബാങ്കിങ് ഏരിയാസിലുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള പേഴ്സൺസ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കും ഈ ഒരു മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. ഓക്കെ. അതിനെ ഷോർട്ട്ലി നമ്മൾ MMMF എന്നാണ് പറയുന്നത്. എന്താണ് ഇവർ ചെയ്യുന്നത്? നമുക്കുള്ള പൂൾഡ് മണി, നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന മണീനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സ്മോൾ എമൗണ്ട് ഓഫ് മണി കളക്ട് ചെയ്യും. ആൻഡ് അതൊരു ലാർജ് എമൗണ്ട് ഓഫ് മണി ആയിട്ട് പൂൾ ചെയ്തതിന് ശേഷം ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിൽ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും ഒരു ലാർജ് എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ കിട്ടുന്നത്. ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? MMF മ്യൂച്വൽ ഫണ്ട്, പൊതുവെ മ്യൂച്വൽ ഫണ്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ് ആയിരിക്കും, സെയിം ടൈം ഹയർ റേറ്റ് ഓഫ് റിട്ടേണും കൂടെ കിട്ടുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് മണി മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ആ ഒരു ഏരിയ അതിൽ നോക്കി വെക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ.